ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചിന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മുട്ട മസാല റോസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് മുട്ട മസാല റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഇവിടെ ഒരു 5 മുട്ട കുക്കറിൽ പുഴുങ്ങിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സവാള 2 എണ്ണം നീളത്തിലരിഞ്ഞത് വേണം. പിന്നെ നമുക്ക് അതിലേക്ക് മുളക് പൊടി വേണം. അപ്പോൾ ഞാൻ ഇതൊക്കെ എത്ര അളവെടുക്കണ്ടേന്ന് നിങ്ങൾക്കത് ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. പിന്നെ മല്ലിപ്പൊടി വേണം, പിന്നെ അല്പം കുരുമുളക് പൊടി വേണം. പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ് ഞാനിത്. ഏകദേശം ഒരു ടേബിൾ ടീസ്പൂൺ ഉണ്ട്. ഇനി ഇത് ഒരു തക്കാളി ഞാൻ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചതാണ്. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില വേണം. 2 സാമ്പാർ മുളക് നമ്മൾ കീറി വയ്ക്കുക. കുറച്ച് കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി അരിഞ്ഞത്. ഇതിലേക്ക് നമുക്ക് 2 തരം സോസ് വേണം. ഒന്ന് സോയാ സോസും ഒന്ന് റെഡ് ചില്ലി സോസും ആണ്. അപ്പോൾ ഇതിൽ സോയാ സോസ് നമുക്ക് 1 ടീസ്പൂണും റെഡ് ചില്ലി സോസ് നമുക്ക് 2 ടീസ്പൂണും വേണം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വേണം. പിന്നെ നമുക്ക് ഇതിലേക്ക് മീറ്റ് മസാല വേണം. പിന്നെ നമുക്ക് ഇതിലേക്ക് വിനീഗറാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ വിനീഗർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് മുട്ട മസാല എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് അത് കത്തിച്ച് കൊടുക്കുക. ഇനി ഇതിലെ വെള്ളമെല്ലാം വറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ പാനിലെ വെള്ളം എല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കുക. വെളിച്ചെണ്ണയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പിന്നെ ഇത് വഴറ്റുമ്പോൾ കുറയുകയാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2 സവാള അരിഞ്ഞത് ഇട്ട് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി സവാള ഒരു ബ്രൗൺ കളർ ആവണ വരെ നന്നായിട്ട് വഴറ്റുക. അപ്പം ഞാനിത് ബ്രൗൺ കളർ ആവണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മുടെ സവാളയൊക്കെ നല്ല ഇതിപ്പോൾ കണ്ടറിയാം ഒരു കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് അടുത്തുനിന്ന് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ്. അപ്പം ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ കറിവേപ്പിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാതിരി ഇട്ട് കൊടുക്കാം. കാരണം കറിവേപ്പിലൊക്കെ നല്ലതാണ് ശരീരത്തിന്. അപ്പോൾ നമുക്ക് അത് നമ്മുടെ അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റുക. ഇത് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് ഇപ്പം തന്നെ നമ്മൾ സാമ്പാർ മുളക് നീളത്തിൽ അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതും നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ടൈമിൽ തന്നെ നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതൊരു 10 മിനിറ്റ് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് ഈ വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് നന്നായിട്ട് മൂക്കണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കണം. ഇത് തീ കൂട്ടിയിട്ട് നിങ്ങൾ വഴറ്റരുത്. കാരണം എന്താ വെച്ചാൽ തീ എപ്പോഴും കുറച്ച് വയ്ക്കുക. നമ്മൾ തീ കൂട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതാവുമെന്ന് കരുതി തീ കൂട്ടി വയ്ക്കേണ്ട. ടേസ്റ്റിലും നല്ല മാറ്റമുണ്ട്. നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയിൽ നിന്ന് ഞാനൊരു 5 മുട്ടയാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഞാനൊരു 3 ടേബിൾ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്.
നമ്മളിത് നന്നായിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മല്ലിപ്പൊടി ഇതിൽ കിടന്ന് നല്ല വറവാവണ വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുള്ളൂ. അപ്പോൾ ഈ മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് വറവാവണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മുടെ മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇത് വറവായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ഇതിൽ നിന്ന് 3 ടേബിൾ ടീസ്പൂൺ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നന്നായിട്ട് ഒന്നും കൂടി വറവാവണ വരെ ഇളക്കി കൊടുക്കുക. മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി നന്നായിട്ട് ഇതിൽ കിടന്ന് ഒന്ന് ഇതാവണം. അപ്പം മുളക് പൊടി ഒന്നും കൂടി കളർ മാറി വേറൊരു കളറാവും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതേന നമ്മുടെ മുളക് പൊടി നന്നായിട്ട് വറവായിട്ടുണ്ട്. ഇതേന നോക്കിയാൽ നിങ്ങൾക്കറിയാം നമ്മൾ നേരത്തെ ഇട്ടതിൻ്റെ മാറ്റ് കളർ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുരുമുളക് പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത്. നമുക്ക് ഉപ്പിനി നോക്കിയിട്ട് ആവശ്യം പോലെ ഇട്ട് കൊടുക്കാം. ഇത് ഞാനിതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇപ്പോൾ ഇതൊരു നല്ല വറവ് പരുവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് ജസ്റ്റ് മിക്സ് ആവാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഇതിലേക്ക് ഞാനിങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒന്ന് മിക്സാക്കി നന്നായിട്ടത് ഇതുപോലെ എല്ലാ ഭാഗത്തുനിന്നും ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമുക്കിതൊരു ഗ്രേവി പരുവത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കും. ഇതിലിപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സോസുകൾ ഒഴിച്ച് കൊടുക്കണം. അപ്പം ഞാനിതിലേക്ക് സോയാ സോസ് നമുക്ക് 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കണം. സോയാ സോസ് സോയാ സോസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഞാനിതിലേക്ക് റെഡ് ചില്ലി സോസാണിത്. റെഡ് ചില്ലി സോസ് 2 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ, അങ്ങനെ ഞാൻ 2 ടീസ്പൂൺ റെഡ് ചില്ലി സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമ്മളിത് ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇത് അടച്ചു വെക്കണം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊരു മൂടി എടുത്തിട്ട് അടച്ചു വയ്ക്കുകയാണ്. അപ്പോൾ ഞാനിത് മൂടിയെടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. ഇതിൽ വെളിച്ചെണ്ണയൊക്കെ കണ്ടറിയാം. വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചതൊക്കെ നന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കണം. ഞാൻ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ പതുക്കെ മുട്ട ഈ മസാലയായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. പതുക്കെ ചെയ്യുക, അല്ലെങ്കിൽ അതിലെ ഉണ്ണൊക്കെ ആകെ പൊട്ടിപ്പോവും. മസാലയായിട്ട് നമ്മൾ യോജിപ്പിച്ചെടുക്കണം. പതുക്കെ അത് മറിച്ച് ശരിക്കും ഒന്ന് ആ മൂർക്കടിയിലാക്കിയിട്ട് ഇതൊന്ന് മറിച്ചിടുക.
ഇനി ഇതിങ്ങനെ ഒരു മിനിറ്റ്, ഒരു 2 മിനിറ്റ് ഇങ്ങനെ കമത്തിയിട്ടിട്ട് തുറന്ന് തന്നെ വയ്ക്കുക. ഇപ്പോൾ ഇതേ നമ്മുടെ മുട്ട നമ്മൾ കമത്തിയിട്ടിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതേ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടറിയാം, നല്ല ഒരു തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടൈമിൽ നമ്മൾ നമുക്ക് ഉപ്പ് കറക്റ്റായോ എന്ന് നോക്കുക. എന്നിട്ട് വേണ്ടവർക്ക് പിന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന വിനീഗറാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. വിനീഗർ എല്ലാവിടെയും ഒന്ന് പതുക്കെ ആക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ദേ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് വീണ്ടും നമ്മൾ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് തുറക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ ഇതേ മൂടി വയ്ക്കുകയാണ്. ഇനി 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതന്നെ നമ്മൾ വെച്ചിട്ട് ഇത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ കറി നല്ല കളർഫുള്ളായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മീറ്റ് മസാല ഇട്ട് കൊടുക്കണം. ഇത് ലാസ്റ്റാണ് നമ്മൾ മീറ്റ് മസാല ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ മണം പോവും. അപ്പോൾ ഞാൻ തന്നെ അതിലേക്ക് മീറ്റ് മസാല ഇട്ട് കൊടുക്കാൻ പോവാണ്. ഞങ്ങൾ ഏകദേശം 1 ടീസ്പൂണോളം മീറ്റ് മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പതുക്കെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മീറ്റ് മസാല എല്ലാ എഗ്ഗിലും പിടിക്കാവുന്ന രീതിയിൽ ആക്കി കൊടുക്കുക. ഇനി നമ്മൾ തീ ഓഫാക്കുക. എല്ലാതും നന്നായിട്ട് ഇതിൽ യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ അങ്ങനെ ഇതേ നമ്മുടെ മുട്ട മസാല റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം.